നിയമസഭാ സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ സംസ്ഥാനത്തുടനീളം സമരം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുകയാണ്. എല്ലാ ജില്ലകളിലും തുടർച്ചയായ സമരങ്ങളിലൂടെ വിഷയം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദം ഇന്ന് CPM ചർച്ച ചെയ്യുമെന്നറിയുന്നു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, ഗുഡ് മോർണിംഗ്. ശരിക്കും ഒരു ദിവസത്തേക്ക് സഭ തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്തു 3 MLA-മാരെ. അപ്പോൾ അതോടെ അത് പ്രശ്നം കഴിഞ്ഞു, അവർ സ്റ്റാറായി. പറയൂ സലീം. ഗുഡ് മോർണിംഗ്. നിയമസഭയിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനായി എന്നുള്ളതാണ് UDF-ന്റെ വിലയിരുത്തൽ. അത് നിയമസഭയിലേതിന് സമാനമായി നിയമസഭ അവസാനിച്ചതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരം കടുപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന വിശ്വാസ സംഗമം വലിയ വിജയം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിന് സമാനമായ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക എന്ന നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. പോഷക സംഘടനകളോടും പരമാവധി പ്രതിഷേധങ്ങളിലേക്ക് പങ്കെടുക്കാനും പ്രതിഷേധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 14-ാം തീയതി മുതൽ കോൺഗ്രസിന്റെ മേഖലാ ജാഥകൾ ആരംഭിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 4 മേഖലകളിൽ നിന്ന് കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം, മൂവാറ്റുപുഴ ഈ 4 മേഖലകളിൽ നിന്ന് മേഖലാ ജാഥകൾ ആരംഭിക്കുകയും 18-ന് ഈ മേഖലാ ജാഥകൾ പന്തളത്തെത്തുകയും ചെയ്യും. പന്തളത്ത് ഒരു മഹാസമ്മേളനത്തോടു കൂടിയാകും അത് സമാപിക്കുക. അതേ ദിവസം തന്നെ UDF-ഉം ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക് പദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി സമരങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ തന്നെ 14-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലും വെറുതെ വിശ്രമിക്കേണ്ടതില്ല എന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ ക്ഷേത്രങ്ങളുള്ള മണ്ഡലങ്ങളിൽ പരമാവധി സമരങ്ങൾ തുടരുക, അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരങ്ങൾ തുടരുക. ഒപ്പം തന്നെ മറ്റ് പോഷക സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവരോട് എല്ലാ തലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുക, പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾ നടത്തുക എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്ന വിഷയമാണ് ഇത് എന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെയുണ്ട്. ഈ വിവാദം ഉയർന്നു വന്ന ആദ്യ ദിവസങ്ങളിൽ ഒരു സമരം എങ്ങനെ ചെയ്യണം, ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നും കരുതുന്നുണ്ട്. ഒപ്പം BJP നേതൃത്വവും തുടർച്ചയായ സമരങ്ങൾക്കാണ് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും UDF-ഉം അതുമായി ബന്ധപ്പെട്ട നേട്ടമുണ്ടാക്കിയെന്നും BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിമർശനത്തെ മറികടക്കും വിധത്തിലുള്ള പ്രചരണങ്ങളും പ്രതിരോധവുമാകും അടുത്ത ദിവസങ്ങളിൽ BJP ആസൂത്രണം ചെയ്യുക. ഒപ്പം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരും. ഇതിൽ ഈ പ്രതിരോധം എന്ത് പ്രതിരോധം തീർക്കണമെന്ന വിഷയമാകും ഇന്ന് ചർച്ച ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.